തവണ BJP-ക്കൊപ്പമാണ്, NDA-ക്കൊപ്പമാണെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. അതിനേക്കാൾ ആവേശത്തിലാണ് പാലക്കാട്ടത്തെ വോട്ടർമാർ. അവർ കഴിഞ്ഞ 21-ൽ പറ്റിയ തെറ്റ് തിരുത്താൻ ഉള്ള അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കും. പാലക്കാടിൻ്റെ വികസനത്തിനായിട്ട്, അതുപോലെ തന്നെ പാലക്കാട് മത്സരിക്കുന്ന 2 കപട മതേതര മുന്നണികൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും ഇത്തവണത്തെ വിധിയെഴുത്ത്. സ്റ്റെഫിൻ ചേർന്ന വിവരങ്ങളുമായി ഒപ്പം. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ആത്മവിശ്വാസത്തിലാണ്, പക്ഷേ പലരും പറയുന്ന രാഷ്ട്രീയ വിശകലനങ്ങളുണ്ട്. അതിലൊന്ന്, BJP ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ ഒരു പ്രശ്നം നിർണായക ഘട്ടത്തിൽ BJP-യിൽ ഉണ്ടാവില്ലായിരുന്നു എന്നാണ്. തുടക്കം മുതൽ തന്നെ ഈ അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാവാതെ നോക്കേണ്ടിയിരുന്നു. അതിലൊരു വലിയ പിടിപ്പുകേട് NDA-ക്ക് ഉണ്ടായി എന്ന തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ NDA ബാധിക്കും എന്ന് ഉറച്ച വിശ്വാസം ഇവർക്കുണ്ടോ, അതോ ആത്മവിശ്വാസത്തിൽ തന്നെയാണോ NDA? കാരണം സ്ഥാനനിർണയമൊക്കെ നടക്കുകയാണ്, ഒന്നാമതാര് രണ്ടാമതാര് തുടങ്ങിയ കാര്യങ്ങളിൽ. മോത്തി, ഏതായാലും NDA സംബന്ധിച്ചിടത്തോളം BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം 2011-ൽ ഇവിടെ BJP-ക്ക് ഉണ്ടായിരുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് 19% മാത്രമായിരുന്നു. അത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ എത്തുമ്പോൾ അത് 40%-ത്തിലേക്കൊക്കെ എത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ കടുത്ത മത്സരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരനും ഷാഫി പറമ്പിലും തമ്മിൽ നടന്നു. ഒപ്പം 40,000 വോട്ടിൻ്റെ ഒരു ഉറച്ച വോട്ടുകൾ ഇവിടെ BJP-ക്ക് കൃത്യമായി തന്നെ ഉണ്ട്. പാലക്കാട് നഗരസഭയിൽ കൃത്യമായ ഒരു മേധാവിത്വം BJP-യെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതൊക്കെ തന്നെയാണ് മേൽക്കൈയായിട്ട് BJP കാണുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും വലിയൊരു പ്രതിസന്ധിയായി ഇപ്പോൾ BJP-ക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ സന്ദീപ് വാര്യർ ഉയർത്തിയ വിഷയം തന്നെയാണ്. കാരണം സന്ദീപ് വാര്യർ വലിയ തോതിലുള്ളൊരു പ്രതിസന്ധി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ വലിയ രഹസ്യങ്ങൾ, വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിനെതിരെ അദ്ദേഹം വലിയ വിഷയങ്ങൾ ഘടിപ്പിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ BJP-യെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്നാലും അത് യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് BJP-ക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടാക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പ്രവർത്തകർക്കിടയിൽ വലിയ തോതിൽ അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കില്ല എന്ന് കണക്കൂട്ടുന്നു. എങ്ങനെയാണ് ഒരു ഇന്ന് വീട് കയറിയുള്ള പ്രചരണം തന്നെയാണ് ഉച്ചവരെ. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ എത്തിപ്പെടാത്ത പ്രദേശങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പ്രവർത്തകർ നൽകിയിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ എത്തി വീടുകളിൽ കയറി വോട്ടർമാരെ നേരിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ്. 10 മണിയോട് കൂടിയിട്ട് പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ സമ്പർക്കമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി ഞങ്ങളുടെ റോഡ് ഷോ ആരംഭിക്കും. ആത്മവിശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണ്? ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിൽ നിന്ന് ജനങ്ങൾ ഏറ്റെടുത്തു. 2 മുന്നണികൾക്കും ആ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. ഒന്ന്, വിഷയം നെല്ലിന്റെ സംഭരണം സംബന്ധിച്ച് ഞങ്ങൾ വലിയ ചർച്ചയാക്കിയിരുന്നു. അത് UDF ഏറ്റെടുത്തു. ഇന്ന് സർക്കാർ നെല്ലിന്റെ സംഭരണത്തിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. സന്ദീപ് വാര്യർ പ്രത്യേകിച്ചും സംസ്ഥാന നേതൃത്വത്തിനടക്കം. ശരി സ്റ്റെഫിൻ, ഏതായാലും എല്ലാവരും ആത്മവിശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ്.